ഹലോ, ഹായ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ എണീച്ച് വന്നാൽ ആദ്യം പോവുക വാഷിംഗ് മെഷീൻ്റെ അരിയത്തൊക്കെയാണ്. അതിങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ അലക്കാനുള്ളത് ഇങ്ങനെ നോക്കും. എല്ലാവരും അങ്ങനെയാണെന്നുണ്ടല്ലേ. ഞാൻ ഇപ്പോൾ അവിടെ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ പോയിട്ട് എണീച്ച പാട് വല്ലൊക്കെ തേച്ചിട്ട് തിരുമ്പാനുള്ളത് സോപ്പ് പൊടിയിൽ മുക്കി വെക്കും. എന്നിട്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കും. അവിടെ ആകുമ്പോൾ ഇങ്ങനെ നടക്കും. ഇവിടെ രണ്ടാം നില ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുക. അപ്പം നമ്മളെല്ലാവരും ചെയ്യണ മാതിരി രാവിലെ എണീച്ചു കട്ടൻ ചായ വെക്കാനുള്ള വെള്ളം എടുക്കണം. ചൂട് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വെള്ളപ്പളാണ് ഓർത്തത്. പടച്ചോനെ, ഗ്യാസ് ഓഫാക്കിയിട്ടിരിക്കണല്ലോ. പിള്ളേരുള്ള കാരണം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടൻ ചായക്ക് രാവിലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കുക, എന്തെങ്കിലും ഉണ്ടോ. അപ്പോഴാണ് ആങ്ങളെ കൊണ്ടുവന്ന് തന്ന മീനുണ്ട് ഫ്രിഡ്ജിൽ. ആ മീനെടുത്തിട്ട് എന്ത് ചെയ്തു, എല്ലായിടത്തും ചെയ്യുന്ന മാതിരി തന്നെ വെള്ളത്തിലിട്ട് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെച്ചു. ഇത് എലി കരണ്ടിയതാണെന്ന് വിചാരിക്കരുത്. ഇവിടുത്തെ പിള്ളേർ കരണ്ടണതാണ്. തേങ്ങാമുറിയുടെ അവസ്ഥ കാണുന്നത്. കടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ. അപ്പം അങ്ങനെ തേങ്ങ ഒക്കെ ചിരകി രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഓർമ്മ വന്നത്, വെള്ളം തിരിച്ചിട്ടിട്ടുള്ളൂല്ലോ, സോപ്പ് പൊടി ഇട്ടിട്ടില്ല. നോക്കി നോക്കുമ്പോൾ വെള്ളം തിരിച്ചിട്ടത് കുറച്ച് കൂടുതലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം ഉണ്ട് പൈപ്പ് ഓഫാക്കിയിട്ടേ കുറച്ച് വെള്ളം അങ്ങോട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെള്ളം കളഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആവുമല്ലോ. പിന്നെ അല്ലെങ്കിൽ തുണികൾ കുറച്ചുള്ള വെള്ളം കൂടുതലുണ്ട്. ഇങ്ങനെ സോപ്പും പൊടിയൊക്കെ ഇട്ട് ഞാൻ പൈപ്പ് അങ്ങോട്ട് ഓണാക്കിയിട്ട് കുറച്ച് വെള്ളം കളയാനും വെച്ചു. അങ്ങനെ നമ്മളെ പുട്ടുപൊടി എടുക്കാമെന്ന് വിചാരിച്ചു. പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ പുട്ടുപൊടി നോക്കാതെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കണ പൊടിയണേ. പൊടിയല്ല, അരിയില്ലേ, നമ്മൾ മട്ട അരി കഴുകി ഉമ്മ പൊടിപ്പിച്ചതാണ്. വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഞങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആദ്യമൊക്കെ എനിക്കിത് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ചിക്കൻ കറിയൊക്കെ കൂട്ടി തിന്നാൻ രസമാണ്, നല്ല ടേസ്റ്റ് അത്. അപ്പം ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചോട് കൂടി എനിക്ക് തോന്നി ഇതിൽ വെള്ളം കൂടിയോട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. അങ്ങനെ ഞാൻ നോക്കുകയാണ്. ഇത് വേഗം വെള്ളം വലിച്ചെടുക്കും, ഈ പൊടിയുടെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ സാധാ പുട്ടുപൊടിയാണെങ്കിലും വേഗം വെള്ളം വലിച്ചെടുക്കും. അപ്പം ഞാൻ നോക്കുകയാണ് ഇതിൽ വല്ല കട്ടകളുണ്ടോ, അതോ പണി പാളിപ്പോയി ഇനി പൊടി കൂട്ടാനും ഇല്ലല്ലോ എന്നുള്ള ബലമായ സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നന്നായി ഞാൻ കുഴച്ച് ഇതാക്കുന്നു. അത് ഞാൻ പിന്നെയും നോക്കുകയാണ്, ഇതാണ് വെള്ളം കൂടിപ്പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിള്ളേർക്ക് കുറച്ച് പരിപ്പ് കുത്തി കാച്ചാന്ന് വിചാരിച്ചിട്ടു. ഞങ്ങളവിടെ പരിപ്പ് കുത്തി കാച്ചാന്ന് പറയാം. ഓരോ നാട്ടിൽ എന്താണെന്ന് പറയില്ല, അറിയത്തില്ല. അങ്ങനെ പരിപ്പ് ഞാൻ കുക്കറിൽ വെച്ചു. അപ്പോഴാണ് നമ്മളെ പുട്ടിൻ്റെ ചുട ആവി ഇങ്ങനെ പൊന്തി വരുന്നു. അപ്പോൾ പഴം എടുത്തിട്ട് വെച്ചു. അപ്പോൾ അത് കുക്കർ ഫിസിലടിച്ചു, മേലെ കൂടെ പൊന്തിക്കണം. പരിപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ മറന്നു. ഞാൻ ഏതോ ഒരു യൂട്യൂബർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ 1 ടീസ്പൂൺ ഇടുക അല്ലെങ്കിൽ ഒരു ഇതാക്കുക. അപ്പോൾ വാഷിംഗ് മെഷീൻ വന്ന് നോക്കുമ്പോൾ അലക്കിയൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വെള്ളം കളഞ്ഞിട്ടൊന്ന് ഊരാന്ന് വെച്ചു. അപ്പോഴാണ് ആലോചിച്ചത്, നമ്മൾ അടപ്പിലല്ലല്ലോ ഇവിടെ. അപ്പോൾ വേഗം മഴ എടുത്തിട്ട് കരണ്ടടുപ്പുമ്പോൾ വെച്ചു. പരിപ്പ് കുത്തിക്കാച്ചാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കും. 2 ഫിസിലടുപ്പിച്ചുള്ളൂ കേട്ടോ. പരിപ്പ് കട്ട് ഓഫാക്കിയിട്ട്. അപ്പോൾ അതിൽ കന്നിട്ട് തന്നെ പരിപ്പ് വെന്തിക്കണം. അങ്ങനെ ഞാൻ നോക്കി നോക്കുമ്പോൾ ആകെ 2 കുറ്റി പുട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു കുറ്റി കൂടി ഉണ്ടാക്കിയാലേ കറക്റ്റാണ് കേട്ടോ. പുട്ടിൻ്റെ കളർ നോക്കിയാൽ 2 അരിപ്പുട്ടും ഉണ്ട്, ഇതുണ്ട്. അപ്പം പിന്നെ അങ്ങനെ കുക്കറൊക്കെ തുറന്ന് നോക്കുമ്പോൾ പരിപ്പ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പം ഞാൻ വേഗം പോയി ചീനച്ചട്ടിയൊക്കെ എടുത്ത് വെളിച്ചെണ്ണ കൊഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകാണ്ടി മുന്നേ കടുകിട്ടു. എന്താണോ വെളിച്ചെണ്ണ ചൂടാകാണ്ടി മുന്നേ കടുകൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ തക്കാളിയും സവോളയും പച്ചമുളകൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അപ്പം ഞാൻ നേരത്തെ മീൻ നന്നാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചിരകി മീൻ കറിയായി. മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു, മീൻ കറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉള്ളിമുളകിട്ട് തൂമിച്ചു. ഉള്ളിമുളകല്ല, ചെറിയ ഉള്ളി ഇട്ട് തൂമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കിയ തുണികളൊക്കെ കൊണ്ടുപോയിട്ട് മേലെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോണിപ്പടിയും കയറിയിട്ട് മക്കളെ രാവിലെ പോവുകയാണ്. കുറേ പിള്ളേർക്ക് കുറേ ഉണ്ട്, ആരും ഇല്ലാത്ത കാരണേ പിള്ളേർക്ക് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര നിശബ്ദത. അങ്ങനെ തുണികളൊക്കെ ഞാൻ എന്ത് ചെയ്തു, നിവർത്തിയിട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ച ടാങ്കിയിൽ വെള്ളമുണ്ടോ ഇല്ലയോ. അപ്പോൾ ഒന്ന് പോയി നോക്കി. അപ്പോൾ ടാങ്കിയിൽ പകുതി വെള്ളം ഉണ്ട്. അങ്ങനെ വന്ന് കറിയൊക്കെ തൂമിച്ചു കഴുകാനൊക്കെ ഇട്ടു. അപ്പോൾ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴം വേണ്ട, നല്ല മീൻ കറി പുട്ടും ഒരു മൊന്ത നിറച്ചു കട്ടൻ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചായ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.